സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നിലക്കടല വെച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: നിലക്കടല 1 ടേബിൾ സ്പൂൺ, ഒരു പകുതി തക്കാളി മുറിച്ച് വെച്ചത്, ഒരു പകുതി സവോള മുറിച്ച് വെച്ചത്, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി മുറിച്ച് വെച്ചത്, 4 വറ്റൽമുളക്, 1 നെല്ലിക്ക, കുറച്ച് കായം. ഇത് ഒരു നുള്ളു മതി. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് ചെറുതായി വറുത്തെടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇനി പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നിലക്കടല ഇട്ട് കൊടുക്കാം. നിലക്കടലയും ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. നിലക്കടല കഴിച്ചാൽ വളരെയധികം നല്ലതാണ് എന്നാണ് പറയുന്നത്. ഇനി നിലക്കടലയിലേക്ക് ഉഴുന്നുപരിപ്പ് ഒന്നുകൂടി ആവാൻ ഇട്ട് കൊടുക്കാം. അത് രണ്ടും ഒന്ന് നല്ലതുപോലെ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ളത് ഓരോന്നായി ഇട്ട് കൊടുക്കാം. സവോളയും തക്കാളിയും എല്ലാം ഒന്ന് പച്ചമണം മാറിക്കിട്ടണം. എന്നാലാണ് ചമ്മന്തിക്ക് സ്വാദുണ്ടാവുക. എപ്പോഴും ഒരേ തരം ചമ്മന്തി തന്നെ ഉണ്ടാക്കി കഴിക്കാതെ പല രീതിയിലും മാറി മാറി ഉണ്ടാക്കി കഴിക്കും. ഇത് നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുക്കാൻ വെക്കാം. ഇത് തണുത്ത ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വറുത്തിടാം. പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് കായപ്പൊടി കൂടി ഇട്ട് ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.